So it's gone. Now we both moved on. Oh, that's la la life. That's la la life, baby. നമസ്കാരം ഗായ്സ്, എല്ലാവർക്കും ഫ്രാൻസിസ് ഗെയിമിൻ്റെ പുതിയ വീഡിയോസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വന്നിരിക്കുന്ന സർവൈവൽ സീരീസിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് നമ്മൾ പുറകെ കാണുന്ന ഇത്രയും ഒരു രീതിയിലോട്ട് വീടാക്കിയായിരുന്നു. നമുക്കത് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് മൈനിങ് പോകണം ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഗിയറപ്പ് ആവണം. ഉടനെ തന്നെ നമുക്ക് ഡ്രാഗനെ ബീറ്റ് ചെയ്യണം. എന്നാലേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. സോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് നേരെ പണിയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് കുറേ വുഡ് സെറ്റാക്കണം. വുഡ് സെറ്റാക്കാൻ നമ്മുടെ കയ്യിൽ, എൻ്റെ അറിവ് ശരി, നമ്മുടെ കയ്യിൽ ഇവിടെ ഒരു ഇത് സെറ്റപ്പ് ചെയ്തെടുത്തായിരുന്നു. നമുക്ക് ഇനി അതെല്ലാം വെട്ടിയെടുക്കാം. എന്നിട്ട് നമുക്ക്, ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൂടെ ഇങ്ങനെ ഗ്ലാസ് വെക്കണം. എന്നിട്ട് അകത്തോട്ട് ഇവിടെ ആയിട്ടോ അല്ലെ ഇവിടെ ഈ വശം, ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് അകത്തോട്ട് കയറ്റി ഒരു സ്റ്റോറേജ് സെറ്റ് ചെയ്യണം. പിന്നെ റൂഫല്ല, ഇവിടെ കയറി വരുന്നിടത്ത് തന്നെ ഒരു ബെഡ്റൂം പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ മേൽക്കൂര അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ കുറച്ച് വുഡ് കളക്ട് ചെയ്യാം. വുഡ് കളക്ട് ചെയ്യുന്നതിനായിട്ട് എൻ്റെ കയ്യിൽ ഒരാക്സേ ഉള്ളൂ. ഒരെണ്ണോടെ വേണം, കാരണം എപ്പോൾ പൊട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. ഓക്കെ, ആക്സ് വേണ്ടാക്കാൻ സ്റ്റിക്ക് വേണം. സ്റ്റിക്കിന് വുഡ് വേണം. ഓക്കെ, ഇതെന്താണ് ഇത്ര അങ്ങനത്തെ പാട്? ഓക്കെ, നമുക്ക് വുഡ് കിട്ടിയിട്ടുണ്ട്. വുഡ് കിട്ടി. ഇനിയിപ്പോൾ സ്റ്റിക്ക് അവിടെ. ഓക്കെ, നമുക്ക് സ്റ്റിക്ക് കിട്ടി. ഇനി നമുക്ക് ഒരു ആക്സ് കൂടെ ഉണ്ടാക്കാം. ഒന്നല്ല, രണ്ടര ഇരിക്കട്ടല്ലേ. ഇപ്പം നമുക്ക് 2 ആക്സ് ഉണ്ടാക്കാം. ഓക്കെ, 2 ആക്സ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ മണ്ടയിലോട്ട് പോവാം. ഓക്കെ, അവസാനത്തേത്. ഓക്കെ, നമ്മളങ്ങനെ ഇതിവിടുന്ന് കയറി വന്നോ? ആഹാ, അമ്മമാര് അടിക്കാൻ വരാറായോ? അടിക്കൊള്ളണില്ല. എൻ്റെ അമ്മോ, ഇവിടുന്ന് പ്രതീക്ഷിക്കാണ്ട് കുറേ എണ്ണം ചാടി വന്നേക്കാണ്. നമുക്ക് എന്നിട്ട് ഓക്കെ, നമുക്ക് ബാക്കി പണി നടക്കാം. പന്ന മഴ ഭയങ്കരമായിട്ടും നമ്മൾ വെറുതെ പണിയെടുപ്പിക്കാം. നമുക്കിപ്പം ഇനിയിപ്പോൾ വുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പണി തുടരാം. നമുക്ക് കുറേ പ്ലാങ്ക് വേണം. ഒരു സ്റ്റാക്കോളം ഉണ്ട്. ഓക്കെ, ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് എവിടെ പണി നമുക്ക് റൂഫ് സെറ്റ് ചെയ്യാം. നമുക്ക് റൂഫ് സെറ്റ് ചെയ്തിട്ട് ആദ്യമേ റൂഫിലോട്ടുള്ള ഫ്ലോർ സെറ്റ് ചെയ്യണം. എന്നിട്ട് എടാ പന്ന വില്ലേജർ എൻ്റെ കയറി കിടക്കുന്നത്. വൃത്തിയട്ട വില്ലേജർ, ഞാൻ വെറുതെ വിടില്ല. എൻ്റെ ബെഡ് അവൻ കൈക്കലാക്കിയേക്കണാണ്. ഇവിടെ വല്ല സ്പോണാവൂലോടാ. വെട്ടമില്ലെങ്കിൽ സ്പോണാവൂലേ. നമുക്ക് പിന്നെ നോക്കാം. നമുക്ക് ആദ്യം മേൽക്കൂര സെറ്റ് ചെയ്യാം. വലിയ കുഴപ്പമില്ലല്ലേ? നമുക്ക് വലിയ കുഴപ്പമില്ല. നമുക്കൊരു
എന്നാ ലാഡറോ മറ്റോ ഉണ്ടാക്കണമല്ലോ. ലാഡർ ഓൾറെഡി വന്ന് കിടപ്പുണ്ട്. 3 മതിയായിരിക്കും. വാ, നമുക്കൊന്ന് അകത്ത് കയറി ലാഡർ വെക്കാനുള്ള സ്ഥലം കൂടെ സെറ്റ് ചെയ്യാം. ഇവിടെ വെക്കാമല്ലേ? ഇവിടെ വെക്കാം. ഇവിടെ ആകുമ്പോൾ പിന്നെ ഓക്കെ, ഇവിടെ വെക്കാം. കുഴപ്പമില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇത് സെറ്റ് ചെയ്യാം. ഇവിടെ അങ്ങനെ വീട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സാൻഡ് ഒപ്പിക്കണം. സാൻഡ് ഒപ്പിച്ചിട്ട് നമുക്ക് കുറേ ഗ്ലാസ് ഉണ്ടാക്കണം. മിസ്റ്റർ, എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്ന് മാറി നിൽക്കും. ഓക്കെ, അവനെ തട്ടി. നമുക്ക് കുറച്ച് ഗ്ലാസ് വേണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഫ്ലോറ് ഫുള്ള് പൊളിക്കണം. നമുക്ക് പൊളിക്കണം ഗൈസ്. ഇതും ഫുള്ള് പൊളിക്കണം. ഇത് ഇവിടെ ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യമില്ല ഇവിടെ. നമുക്കിത് ഫുള്ള് പൊളിക്കണം. ഇത് ഫുള്ള് പൊളിച്ചിട്ട് നമുക്ക് വുഡാക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മളിങ്ങനെ ഫ്ലോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാളൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ ഞാൻ 2 ഡോർ പിടിപ്പിച്ച് കുറച്ച് ടോർച്ച് ഉണ്ടാക്കി. പിന്നെ നമ്മുടെ മണ്ടയിൽ ഇവിടെ ഒരു ഡോർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി മാറ്റേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം. നമുക്ക് പുറത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഞങ്ങത്തോട്ട് വെക്കാൻ സമയമായി. ഈ മാക്രിയെ ഞാൻ ഇനി മേലെ എൻ്റെ ബെഡൊക്കെ കിടന്നേക്കത് ഞാൻ കൊന്നുകളയും പറഞ്ഞേക്കാം. അപ്പം എൻ്റെ ബെഡ് വന്ന് കിടക്കുന്നത്. അവന് വേറെ ഒരു ബെഡും കിട്ടിയില്ല. എൻ്റെ ബെഡിലാണ് അവൻ വന്ന് കിടക്കണേ. നമുക്ക് ബെഡൊക്കെ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇവിടെ വെക്കാം. ഇവിടെ ഇവിടെ നമുക്ക് ഇവിടെ ആയിട്ട് തൽക്കാലം ഇപ്പോൾ വെക്കാം. റീസ്പോൺ പോയിന്റ് സെറ്റ്. ആൻഡ് ഇവിടെ ഒരു ജനലിനുള്ളൊരു സ്ഥലം ഇടട്ടെ. കാരണം ജനലില്ലെങ്കിലേ അയ്യോ എൻ്റെ കയ്യിരുന്ന് എൻ്റെ കിട്ടി ഞാൻ വിചാരിച്ചോടൊപ്പം. ഓക്കെ, നമുക്ക് ഇവിടെ ഇങ്ങനെ മുറിക്കാം അല്ലേ? ഓക്കെ, ഇങ്ങനെ മുറിച്ചു. അപ്പം ഏകദേശം ഒരു ലുക്ക് ഇതാണ്. നമുക്കിനി പോയിട്ട് കുറച്ച് ഗ്ലാസ് ഒപ്പിക്കണമെങ്കിൽ നമുക്ക് സാൻഡ് വേണം ഗൈസ്. ഇനി സാൻഡിന് എവിടെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കാണും, അങ്ങനെയാണെങ്കിൽ കാണും. എനിക്കത് കണ്ട അവന്മാരവിടെ ഉണ്ട്. അവന്മാരെ ചത്തോ? എനിക്ക് സംശയം കേട്ടോ. കാരണം മറ്റേ ഇതായതുകൊണ്ട് ചാവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഈ വഴി അങ്ങോട്ട് പോയി നോക്കാം. എവിടെയെങ്കിലും വല്ല റിവറോ മറ്റോ ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെറിയ ബ്ലോസ് ആണ്. ഒരിക്കലും കണ്ടായിരുന്നു ഗൈസ്. കുഴപ്പമില്ല, സേഫ് ആയിട്ട് ഇറങ്ങി. എനിക്ക് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. റിവർ ഗൈസ് ഉണ്ട് ഗൈസ്. കിടക്കുന്നില്ല. ഇത് നമ്മൾ ഇറങ്ങണ വഴി ഇത്തിരി ഡേഞ്ചറാണ്. ഓക്കെ, അവനെ ഫുഡൊക്കെ ശരി. അപ്പം 3 ഹാർട്ട് ചാടിയ വെള്ളത്തിലോട്ട് ചാടാൻ പറ്റുമോ? 3.5 ഹാർട്ട് അല്ല 2.5 ഹാർട്ട് 3 വെള്ളമാ. ഇതെന്തേ? നൈസ് ലാവ. യെസ്, അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് മിക്കവാറും നമുക്ക് എവിടെയും പോകാൻ പറ്റും ഗൈസ്. നെതർഡ് സെറ്റ്. ഓക്കെ കമോൺ. യെസ്, ഇതിലെ വഴിയുണ്ട് ഗൈസ്. നമുക്ക് ഈ വഴി സൈഡിൽ കൂടെ കയറിപ്പോകും. അത് കേവ അല്ലേ? അത് കേവ, അങ്ങോട്ട് പോകണ്ട. നമുക്ക് ഇപ്പുറത്തോട്ട് പോരും.
അതെ വില്ലേജ് എത്തി. എവിടെ? വീട്ടിലെത്തി. ഓക്കെ. ഫർണസ് അല്ലേ? ഓക്കെ, ഫർണസ് എൻ്റെ ഇൻവെൻറ്റോറിലല്ലേ? ഓക്കെ, ഇൻവെൻറ്റോറി ഫർണസ് കിട്ടി. ഫർണസ് തൽക്കാലം ഇപ്പോൾ ഇവിടെ വെക്കാം. എൻ്റെ സാൻഡ് ഓക്കെ, സാൻഡ് കിട്ടി. നമുക്ക് സാൻഡ് എടുത്ത് ഇവിടെ വെക്കാം. എല്ലാം കിട്ടി, പക്ഷെ വുഡില്ല. ഈ സാധനം ഒന്നുകൂടെ പൊട്ടിക്കണം അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഉണ്ടാക്കാം. നമ്മൾ വുഡെല്ലാം എടുത്തു. ഇനി നമുക്ക് ഗ്ലാസ് നമുക്ക് സെറ്റ് ചെയ്യാം. കുറേ സ്റ്റാക്കോളം വേണമായിരിക്കും അല്ലേ? ഒരു സ്റ്റാക്കോളം വേണമായിരിക്കും. തീർച്ചയായും ഒരു സ്റ്റാക്കോളം വേണം. അത്ര ഉണ്ടല്ലോ, നമ്മുടെ സാൻഡും അത്രയും തന്നെ ഉണ്ട്. സോ ഗ്ലാസ് ആക്കി. നമുക്ക് ഈ ഗ്ലാസ്സിനെ പ്ലെയിൻ ഗ്ലാസ് ആക്കണം. പ്ലെയിൻ ഗ്ലാസ് ആക്കുമ്പം പ്ലെയിൻ ഗ്ലാസ് എവിടെ? ഓക്കെ, പ്ലെയിൻ ഗ്ലാസ് 12 എണ്ണം 16 32 എണ്ണം. 1 2 3 4. അയ്യോ, ഇവിടെ പ്ലെയിൻ ഗ്ലാസ് വെക്കത്തില്ലല്ലോ. നമുക്ക് സെറ്റ് ചെയ്യാം. പ്ലെയിൻ ഗ്ലാസ് വെക്കണ്ടോടത്ത് പ്ലെയിൻ ഗ്ലാസ് വെക്കാല്ലേ? പ്ലെയിൻ ഗ്ലാസ് ഉണ്ടാക്കിയത് ഇത്തിരി കൂടിപ്പോയി. യെസ്, കമോൺ. ഓക്കെ, അവിടെ സെറ്റായി. കമോൺ. ഇതിൻ്റെ മനുഷ്യത്തിനെല്ലാം ആകടിക്കണേ. ഓക്കെ, നമുക്ക് ഇനി വേണ്ടത് മൊത്തം മറ്റേ കുട്ടി ഗ്ലാസ്സാണ്. കാരണം അവിടെ വെക്കണമെങ്കിൽ മറ്റേ കുട്ടി ഗ്ലാസ്സേ പറ്റുള്ളൂ. 6 എണ്ണം. ഓക്കെ, 6 എണ്ണമായി. വെച്ച് നോക്കാൻ കൊള്ളാവൂന്ന് അറിയാലോ. കൊള്ളാല്ലേ? കൊള്ളാം. കമോൺ. ഓക്കെ, 2 എണ്ണം കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് 2 എണ്ണം, ആ 2 എണ്ണം നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ, ഇത് ഭയങ്കര താമസമാണല്ലോ. മറ്റേ ബ്ലാസ്റ്റ് ഫർണസോ എല്ലാം കയ്യിലുണ്ടാക്കുന്നത് ഉണ്ട്, ഒരുത്തിൻ്റെ ഉണ്ട്. പക്ഷെ എൻ്റെ പിക്കാക്സ് ഇല്ലല്ലോ. പിക്കാക്സ് ഉണ്ട്. ഈ പിക്കാക്സ് പോരാ, ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. എവിടെ? ഇത്രയും സാധനം ഇരിക്കുമ്പോൾ എൻ്റെ പിക്കാക്സ് ഇല്ലെന്ന് പറഞ്ഞാൽ കഷ്ടമല്ലേ? പിക്കാക്സ് കിട്ടി. നമുക്ക് പോയിട്ട് ബ്ലാസ്റ്റ് ഫർണസ് എടുക്കാം. എവിടെ ബ്ലാസ്റ്റ് ഫർണസ്? എവിടെ? അപ്പോഴത്തേക്ക് ആ സാധനം ഇതാവുമായിരിക്കും. അയ്യോ, സാപ്ലിങ്. എൻ്റെ കുഞ്ഞുങ്ങളാണ്. എനിക്ക് ഞാൻ ഡീഫോറസ്റ്റേഷനെതിരാണ് ഗൈസ്. എനിക്കിഷ്ടമില്ല ഡീഫോറസ്റ്റേഷൻ. പിന്നെ മരം വെട്ടുന്നത് നമ്മുടെ ആവശ്യത്തിനാണല്ലോ. പക്ഷേ അതുപോലെ തന്നെ ഞാൻ മരം നട്ടുമ്പോൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒരിക്കലും മരം വെട്ടിയിട്ട് ഇവിടെ കളയരുത്. നിങ്ങൾ മരം നടണം. വെട്ടുന്നത് ഓക്കെ, അതിൻ്റെ കൂടെ നടുകയും കൂടെ ചെയ്യണം കേട്ടാ. 2000 years later. ഏത് വീടാണെന്ന് ഞാൻ ഇങ്ങനെ കണ്ടു. ഏതല്ലേ ഇരിക്കണേ? ഇനി വീട് നപ്പിക്കൊണ്ടിരിക്കണാണ്. ഇത് തന്നെയല്ലേ ബ്ലാസ്റ്റ് ഫർണസ്? ഇത് തന്നെ. ഈ സാധനമാണ് പെട്ടെന്ന് നമുക്ക് സ്മെൽറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. അയ്യോ ഗൈസ്, രാത്രിയായി. ചാത്തന്മാരെല്ലാം കൂടി പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് ബേസിലോട്ട് പോകാം. പെട്ടെന്ന് ബേസിലോട്ട് പോകാം. ചാത്തന്മാരെല്ലാം കൂടെ ഇറങ്ങി വന്നിപ്പം എന്നെ അടിക്കും. പന്ന വില്ലേജർ എഴുന്നേറ്റ് പോടോ. എൻ്റെ ബെഡിൽ കയറി കിടക്കുന്നു തിണ്ടി. ഓക്കെ, 21 എണ്ണം ഓൾറെഡി ആയ. എങ്ങനെയാണ് ഇപ്പം എന്ത് ചെയ്യാ? 21 എണ്ണം എങ്കിൽ 21 എണ്ണം. വലിയ ലുക്കൊന്നും ഇല്ലേനും നമുക്ക് ലുക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മണ്ടയിലെ ഫെൻസ് വെക്കണം. ഫെൻസ് വെച്ചില്ലെങ്കിലേ സീന.
സീനാണെന്ന് വെച്ചാൽ സീന, ഭയങ്കര സീന. അവന്മാർ വന്ന് എൻ്റെ വീട്ടിൽ കയറി എന്നെ പൊതിരെ തല്ലും. ഫെൻസ് ഇനി ഫെൻസ് ഉണ്ടാക്കണം. എന്നാ വേണം? ബ്ലോക്ക് വേണം. ഓക്കേ, മുട്ട. കമോൺ. ഓ, ഇത്രയും ബ്ലോക്കൊക്കെ ഇരിക്കുമ്പോൾ എന്താ പേടിക്കാനാണ്. 3 എണ്ണം കൂടെ കിട്ടി. പോരല്ലേ, നമുക്ക് പോയി വെച്ച് നോക്കാം. എനിക്ക് ആവശ്യത്തിനുണ്ടാക്കിയാൽ മതി. ഈ അനാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഈ സാധനം. 1 2 3 4 5 6 7. ഇല്ല, ആവശ്യത്തിന് ഇല്ല. ഇനി 1 2 3 4 എണ്ണൂടെ വേണം അല്ലേ? ഓക്കെ ഫൈൻ, നമുക്ക് 4 എണ്ണം ഉണ്ടാക്കാം. 4 ഉണ്ടാക്കേണ്ട കുഴപ്പമില്ലേ ഉള്ളൂ. ഓക്കെ, 4 എണ്ണവും കൂടെ ഉണ്ടാക്കിയേക്കാം. സ്റ്റിക്ക് വേണം. സ്റ്റിക്കിന് ഇവിടെ വന്നാൽ പോരെ. സ്റ്റിക്ക്. അപ്പം കമോൺ. ഇതെന്താണ് ഇടയ്ക്ക് ചില സമയത്ത് ഈ സാധനം ഉണ്ടല്ലോ, മനുഷ്യരെ ദേഷ്യം വരും. വല്ലാത്ത സാധനം അത്. ഇവിടെ 4 എണ്ണത്തിൽ ഞാൻ 6 എണ്ണം ഉണ്ടാക്കി. നമുക്ക് സാരില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. എപ്പോഴേലും വെക്കാലും ഉപകാരപ്പെടും. കമോൺ. യെസ്, ഫൈനലി. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ടോർച്ച് വെക്കാം. അതിനെ ലുക്കൊന്ന് നോക്കട്ടെ. തിരക്കേടില്ല, കൊള്ളാല്. തിരക്കേടില്ല, കാണാൻ ഭംഗിയുണ്ട്. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കുഴപ്പമില്ല. നൈസ് അല്ലേ, കൊള്ളാലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, നമുക്കിനി എന്താണ്? ഞാൻ മൈനിങ് പോയി 3 തവണ ചത്തു. റെക്കോർഡായെന്നാണ് വിചാരിച്ചത്. നോക്കുമ്പോൾ വീഡിയോ റെക്കോർഡ് ആവുന്നില്ലായിരുന്നു. എന്ത് കഷ്ടമാണെന്ന് ഓർക്കണേ. ഞാൻ നോക്കിയപ്പോൾ റെക്കോർഡ് ആവുന്നില്ല. റെക്കോർഡിങ് ഓഫായി പോയായിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്.